24 ബിസിനസ് കോൺക്ലേവിന്റെ രണ്ടാം പതിപ്പിന് കൊച്ചി കളമശ്ശേരിയിൽ അല്പസമയത്തിനകം തുടക്കമാകും. കേന്ദ്രമന്ത്രി കിരൺ റിജിജു ഉദ്ഘാടനം ചെയ്യും. രാജ്യാന്തര സാമ്പത്തിക നയമാറ്റങ്ങളും ബിസിനസ് വെല്ലുവിളികളും കോൺക്ലേവിൽ ചർച്ചയാകും. അതിഥികൾ എത്തിത്തുടങ്ങുന്നേ ഉള്ളൂ. എന്നാലും 11 മണിക്കാണ് നമ്മുടെ ചടങ്ങുകളൊക്കെ ആരംഭിക്കുക. പക്ഷേ അതിനുള്ള എല്ലാ ക്രമീകരണങ്ങളും ഇവിടെ പൂർത്തിയായി കഴിഞ്ഞു. 24 ബിസിനസ് കോൺക്ലേവിന്റെ സെക്കൻഡ് എഡിഷനാണ് ഇന്നിപ്പോൾ കൊച്ചി കളമശ്ശേരിയിൽ നടക്കാൻ പോകുന്നത്. നേരത്തെ ഉന്മേഷ് പറഞ്ഞതുപോലെ കേന്ദ്രമന്ത്രി കിരൺ റിജിജുവാണ് ഈ സമ്മിറ്റ് ഉദ്ഘാടനം ചെയ്യുക. ഒപ്പം തന്നെ കെ സി വേണുഗോപാൽ എംപിയും ഈ ചടങ്ങിൽ പങ്കെടുക്കും എന്നാണ് നമ്മൾ അറിയിച്ചിരിക്കുന്നത്. അപ്പോൾ എല്ലാ ക്രമീകരണങ്ങളും പൂർത്തിയായി. ഞാനിപ്പോൾ ആ ഹാളിന് വെളിയിലാണ് നിൽക്കുന്നത്. നമുക്ക് അകത്തേക്ക് കടന്നു കഴിഞ്ഞാൽ എങ്ങനെയൊക്കെയാണ് ഏതൊക്കെ രീതിയിലുള്ള ക്രമീകരണങ്ങളാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളതെന്ന് നമുക്ക് മനസ്സിലാകാം. ഈ വേദിയിലാണ് ഇന്നിപ്പോൾ കേരളത്തിനും അകത്തും പുറത്തുമുള്ള നിരവധി ബിസിനസ് സംരംഭകർ, ഒപ്പം തന്നെ നയരൂപകർ, മറ്റു ഗവേഷകരെല്ലാം പങ്കെടുക്കുക ഇവിടെയാണ്. ഇവിടെ വെച്ചിട്ടാണ് ചർച്ചകളും മറ്റ് സെഷനുകളെല്ലാം തന്നെ നടക്കാൻ പോകുന്നത്. നേരത്തെ ഉന്മേഷ് പറഞ്ഞതുപോലെ തന്നെ നിലവിൽ വന്നിരിക്കുന്ന ചില മാറ്റങ്ങളുണ്ട്, ലോകക്രമങ്ങളിൽ വന്നിരിക്കുന്ന മാറ്റങ്ങളുണ്ട്. അത് പ്രധാനമായും ഈ തീരുവ നയങ്ങൾ, പ്രത്യേകിച്ചും അമേരിക്കയുടെ തീരുവ നയം, അതോടൊപ്പം തന്നെ ഈ കയറ്റുമതി തീരുവയിൽ വന്നിരിക്കുന്ന ചില ആശങ്കകൾ, ഇതെല്ലാം തന്നെ ഇന്നത്തെ ഈ സെഷനുകളിൽ ചർച്ചയാകും എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത. മറ്റൊന്ന്, കേരളത്തിന്റെ വികസനത്തിന് ഇനി എന്താണ് ഒരു പുതിയ മാതൃക, അത്തരം വിഷയങ്ങൾ കൂടി ചർച്ചകൾ ഉണ്ടാവും. രണ്ട് പ്രധാനപ്പെട്ട സെഷനുകളാണ് ഈ സമ്മിറ്റിന്റെ ഭാഗമായി ഉണ്ടാവുക. ആദ്യ സെഷനിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കേരളത്തിന്റെ മാതൃക, ബിസിനസ് മാതൃക എന്തായിരിക്കണം, ഈ സുസ്ഥിര വികസനം എന്നാൽ എന്താണ്, അത് കേരളത്തിന്റെ നിലവിലത്തെ ഒരു സാഹചര്യത്തിൽ എങ്ങനെയാണ് പ്രാവർത്തികമാക്കാൻ കഴിയുക, ഭാവി തലമുറയ്ക്ക് കൂടി പ്രയോജനപ്പെടുന്ന രീതിയിൽ, അവർക്ക് പുതിയ വെല്ലുവിളികളില്ലാത്ത രീതിയിൽ എങ്ങനെ നിലവിലെ വികസന രീതിയെ മുന്നോട്ട് കൊണ്ടുപോകാം, പ്രത്യേകിച്ചും ഈ പ്രകൃതി സംരക്ഷണം അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ്. നമ്മുടെ ഇവിടെയുള്ള റിസോഴ്സുകളെ തന്നെ അതെല്ലാം പരിഗണിച്ചുകൊണ്ട് സംരക്ഷിച്ചുകൊണ്ട് പുതിയ വികസന മാതൃകകൾ എങ്ങനെ തീർക്കാം. സ്വാഭാവികമായിട്ടും ഈ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് ഒക്കെ ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുതയാണ്. നമ്മുടെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം നോക്കുകയാണെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വെല്ലുവിളി ഇവിടുത്തെ ലാൻഡ് അക്വിസിഷനാണ്. ഇവിടെ സ്ഥലമേറ്റെടുപ്പുമായി ബന്ധപ്പെട്ടൊക്കെയുള്ള ഒരുപാട് ആശങ്കകളുണ്ട്. അതിനൊക്കെ എന്ത് ബദൽ അല്ലെങ്കിൽ എന്ത് മാതൃകകൾ കൊണ്ടുവരാൻ കഴിയും എന്നത് സംബന്ധിച്ച് നിരവധി പ്രമുഖർ, അവർക്ക് പ്രത്യേകിച്ചും നയരൂപകരടക്കം ഇവിടെ എത്തി അക്കാര്യങ്ങൾ ചർച്ച ചെയ്യും, അവരുടെ ആശയങ്ങൾ പങ്കുവയ്ക്കുകയും ചെയ്യും. അത് എങ്ങനെ മുതൽക്കൂട്ടാക്കാൻ കഴിയും എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം.